ഹലോ എവരിവൺ, ഹൈ ഡോക്ടർ സീരീസിലേക്ക് സ്വാഗതം. അയ്യോ ഡോക്ടറെ, ഞാനൊരു വലിയ യാത്ര കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അതിനുശേഷം ഭയങ്കരമായിട്ട് നടുവേദന ഉണ്ടെന്ന് മിക്കവരും കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട്. യൂഷ്വലി യങ് ആയിട്ടുള്ളവർ കൂടുതലായി കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണിത്. അപ്പോൾ യൂഷ്വലി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഓക്കെ നിങ്ങൾക്ക് നടുവേദന ഉണ്ട്, അത് മനസ്സിലായി, ആ നടുവിൻ്റെ വേദന തൊടയുടെ പുറകിലൂടെ കാലിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ മിക്കവാറും ആൾക്കാർക്ക് ഇല്ല, നടുവിൻ്റെ വേദന തൊടയുടെ പുറകിലൂടെ കാലിലേക്ക് വരുന്നില്ല, പക്ഷെ ഭയങ്കര നടുവേദന എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് യൂഷ്വലി എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ അക്യൂട്ട് ലംബാർ സ്ട്രെയിൻ എന്ന് പറയും. നമ്മുടെ ഇപ്പോൾ പെട്ടെന്നുള്ള ഇമ്പാക്റ്റുകൾ കൊണ്ട് നമ്മുടെ മസിലുകൾ നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും. അതായത് മസിൽ സ്പാസത്തിൽ പോകും. അക്യൂട്ട് ലംബാർ സ്ട്രെയിനിൽ അതാണ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഇത് ഭയപ്പെടേണ്ട ഒരു പ്രശ്നമല്ല, പക്ഷേ അത് മാറ്റിയെടുക്കണം. അതാണ് അവിടുത്തെ പോയിന്റ്. അപ്പോൾ യൂഷ്വലി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസിൽ റിലാക്സൻ്റ്, തയോക്കോൾജിസൈഡ് പോലുള്ള മസിൽ റിലാക്സൻ്റ് കൊടുക്കുകയും അതിനോട് കൂടെ പതുക്കെ സ്ട്രെച്ചിങ് എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ മസിൽ റിലാക്സൻ്റ് കഴിച്ചുകൊണ്ട് പതുക്കെ സ്ട്രെച്ചിങ് എക്സസൈസും കൂടി ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് അങ്ങ് മാറിപ്പോയിക്കോളും. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, വലിയ യാത്രകളിലൊക്കെ പോയതിന് ശേഷം അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് എടുത്തതിന് ശേഷം ഇങ്ങനെ അക്യൂട്ട് ലംബാർ സ്ട്രെയിൻ പെട്ടെന്നുണ്ടാവുന്ന നടുവേദന സാധാരണമാണ്. അത് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ചികിത്സിച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് അത് നമുക്ക് പ്രശ്നമായേക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ പോയിന്റ് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത പ്രാവശ്യം ഡോക്ടറെ കാണുമ്പോൾ ചോദിക്കുക, ഇത് അക്യൂട്ട് ലംബാർ സ്ട്രെയിൻ ആണോ എന്ന്. താങ്ക് യു.